നമ്മുടെ എയർപോർട്ട് ഗാർഡനിൽ വലിയൊരു ഡ്രമ്മിൽ നിൽക്കുന്ന ഒരു മാവാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് ക്യൂജായ് മാംഗോ, അതുപോലെ തന്നെ സൂപ്പർ ക്യൂൻ, അതുപോലെ നമുക്ക് കുറേ പേരിൽ അറിയപ്പെടുന്ന ജിങ് ഹോങ് മാംഗോ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മാവാണ്. നല്ല സൂപ്പർ മാങ്ങയാണ്. കാരണം ഇതിൻ്റെ വലിപ്പം നോക്കണം, ഇതിൻ്റെ വലിപ്പമാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. കണ്ടില്ലേ, നമുക്ക് ഇത് കൈ വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ വലിയ മാങ്ങ ആയിരിക്കും. ഇതുപോലെ ഒട്ടനവധി മാങ്ങകൾ നന്നായിട്ട് കായപിടുത്തുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായ ഒരു മാങ്ങയാണ് ഈ സൂപ്പർ ക്യൂൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് നമ്മളിവിടെ. ഏതായാലും ഇതിൻ്റെ ജിങ് ഹോങ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. ഇത് നമ്മൾ കവർ ഇട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കവർ ഇതിന് ജംബോ കവർ വേണം. ഇത് ചെറിയ കവറായതുകൊണ്ട് നമുക്കിതിന് കൊള്ളുന്നില്ല. കണ്ടില്ലേ, വലിപ്പം കണ്ടില്ലേ, ഇത് ചെറിയ കവറാണ്. ഇതിന് വലിയ കവർ വേണം. കാരണം വലിയ കവറുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഇതിൽ നിലനിർത്താൻ പറ്റുള്ളൂ. കാരണം ഇതിൽ കൊള്ളുള്ളൂ. ഇത്രയും നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ മാങ്ങ നന്നായി വലിപ്പം നോക്കാം. ഇവിടെ ഇത് നോക്ക്, ഇതിനൊക്കെ ഒരു വലിപ്പം നോക്കാം. ഇതിൻ്റെ സീഡ് എന്താ അവസ്ഥ? സീഡ് വളരെ ചെറുതാണ്, കനം കുറഞ്ഞ സീഡാണ്. നല്ലതാണ്. നല്ല ഇതിൽ കായ പിടിച്ച മാങ്ങയാണ്. സൂപ്പർ ക്യൂൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ക്യൂജായ് മാംഗോ, ജിങ് ഹോങ് മാംഗോ, ഇങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടുന്ന മാങ്ങയാണ് ഇത്. ഇത് വന്ന് നമ്മുടെ മഹാചാനുക്ക് എന്ന് പറയുന്ന മാവിൻ്റെ ഒരു വേരിയൻ്റാണ്. എന്നുവെച്ചാൽ ഈ മാങ്ങ ശരിക്കും മഹാചാനുക്ക് പോലെ തന്നെ, പക്ഷേ മാവിൻ്റെ ഇലയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇലകളിലൊക്കെ വ്യത്യാസമാണ്. സാധാരണ നമ്മളെ മഹാചാനുക്ക് ബനാന മാംഗോ എന്ന് പറയുന്നതിൻ്റെ ഇല കുറേ നീണ്ട് വന്നിട്ടുള്ള ഒരു ഇതാണ്. ഇത് അങ്ങനത്തെ ഒരു ഇലയല്ല. ഇത് ഇലക്കൊക്കെ ഒരു ചുളിവും ഒരു ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ മാങ്ങ വന്നിട്ട് അതേ ഷേപ്പിലാണ്. ഇനി മാങ്ങയ്ക്ക് നമ്മൾ കഴിച്ചാൽ അതിൻ്റെ ഫ്ലേവറിലും അതിൻ്റെ വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ. കാരണം നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മാങ്ങയാണ് മഹാചാനുക്ക്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റികൾ നമുക്കറിയാലോ. മഹാചാനുക്ക് എന്ന് പറഞ്ഞാൽ ബനാന മാംഗോ എന്ന പേരിലാണ് നമ്മളിവിടെ അറിയപ്പെടുന്നത്. നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് മഹാചാനുക്കാണ്, ബനാന മാംഗോ അല്ല എന്നുള്ളതിൻ്റെ ഐഡിയ നമ്മളാണ് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ. എല്ലാവരും ഇത് ബനാന മാംഗോ എന്നാണ് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ചോക്കന്നാൻ നമ്മളാണ് ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത്. ചോക്കന്നാൻ എന്നാണ് യഥാർത്ഥ പേര്. അതിനിവിടെ നമ്മൾ പറയുന്നത് കാട്ടിമൂൺ എന്നാണ്. ബംഗാളികളിട്ട പേരുകളാണത്. അപ്പം അതിൻ്റെ യഥാർത്ഥ ഐഡികളാണ് നമ്മൾ എല്ലാ ഇതും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഐഡി ബനാന മാംഗോ അല്ല, മഹാചാനുക്കാണ്. മഹാചാനുക്ക് നമ്മൾ പറഞ്ഞ് അത് തന്നെ പഠിക്കണം. നമ്മുടെ എയർപോർട്ട് ഗാർഡനിലെ ഒരു മാവാണ്. ഇതിന് നല്ല രീതിയിൽ 2 മാങ്ങയെ കായ്ച്ചിട്ടുള്ളൂ. പക്ഷെ 2 മാങ്ങയും ഒരു മുതല, ഒന്നിനൊന്ന് മെച്ചാണ്. പക്ഷെ ഇതിൻ്റെ ഐഡി എന്താണെന്ന് അറിയില്ല. ഇനി ആർക്കെങ്കിലും കാണുന്നവർക്ക് ഈ മാങ്ങ ഇത് കണ്ടില്ലേ, അറിയുന്നവരെ അറിയിക്കാം. നമുക്കിത് ഇങ്ങനെ വന്നതിൽ പെട്ടുപോയൊരു മാങ്ങയാണ്. ഒരു ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു ഗ്രീൻ, ഗ്ലേസിംഗ് ഉള്ള ഒരു ഗ്രീനാണ്. മറ്റേ മാവിൻ്റെ ഇലയിലൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ സാധാരണ ഒരു കണ്ട ഇനമല്ല ഞാൻ. ഇനിയിപ്പോൾ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നല്ലൊരു മാങ്ങയാണ്. ഇത് നമ്മളെന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നല്ല ഇനാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാനോ, കാരണം നല്ലൊരു ഇനമായിട്ട് തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ഐഡിയ അറിയാത്തൊരു മാങ്ങയാണ്. ഇത് ചെറിയ മാങ്ങയാണ്, ഇനിയും വലുതാവും. ഇത് കണ്ട ഒരു കിളിയുടെ തത്തയുടെ ഒക്കെ കൊക്ക് പോലെ ചുണ്ട് പോലെ ഉള്ളൊരു മാങ്ങയാണ്. നല്ല രസിക്കാൻ ഭംഗി കാണാനായിട്ട്. ചെറിയൊരു പ്ലാന്റ് തന്നെയാണ്, ഒരു വെറൈറ്റിയാണ്. ഇതേപോലെ ഒട്ടനവധി മാവുകൾ വെറൈറ്റികൾ. ഇതാ ഇവിടെ മല്ലിക കഴിച്ചിരിക്കുന്ന ചെറിയ ഇതിൽ പോലും മല്ലിക കഴിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച മല്ലികൻ്റെ ഷേപ്പല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, പരന്ന് വേറൊരു ഷേപ്പിലുള്ള മല്ലിക ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു മല്ലികയാണിത്. ഈ ആദ്യം കാണിച്ച മല്ലികയാണ് ഒത്തിരി കൂടെ ഒരു ഫ്ലേവർ ഫീൽ ചെയ്യുന്നത്. ഒരു ദശേരിയുടെ ഒരു ഫ്ലേവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കൂടുതൽ നീലത്തിൻ്റെ ഫ്ലേവറാണ് ഇതിൽ കൂടുതൽ വരുന്നത്. 2 മാങ്ങ ഏതായാലും ചെറിയ വ്യത്യാസങ്ങളുണ്ടായി. കിങ് ഓഫ് ചക്കപ്പത്ത്, BN7, അതുപോലെ തന്നെ റെഡ് എംപയർ, തായ്വാൻ റെഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒട്ടനവധി പേരിൽ അറിയപ്പെടുന്ന മാങ്ങയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഒരു കർപ്പൂരത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു മാങ്ങയാണ്. പിന്നെ കുറച്ച് വാട്ടർ കണ്ടൻ്റ് ഉണ്ട്, എന്നാലും മാങ്ങ അടിപൊളിയാണ്. കാണാനുള്ള ഭംഗി, തിന്നാനുള്ള ടേസ്റ്റ്, നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയൊരു മാങ്ങയാണ്. കാരണം ആരും അത് പിന്നെ ഇഷ്ടപ്പെടും. അതിൻ്റെ ഭംഗിയും അതിൻ്റെ ഫ്ലേവറും ഒക്കെ മൊത്തത്തിൽ ഒരു ഗുഡ് മാംഗോ ആണ്. പിന്നെ അത്യാവശ്യം കായ പിടിക്കും. ഇവിടെയൊക്കെ കായ പിടിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട് മാങ്ങ. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ മാങ്ങ കായ്ച്ചിട്ടുണ്ട്. എല്ലായിടത്തും മാങ്ങ കായ്ക്കും, കായ്ച്ചിട്ടുണ്ട്. എല്ലായിടത്തും നല്ല കായ പിടുത്തമുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും നല്ല 10 മാങ്ങകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്നൊരു മാങ്ങയാണ് കേസർ. ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 മാങ്ങ ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം അൽഫോൺസയാണ്. തൊട്ടടുത്ത് നിൽക്കുന്നതാണ് കേസർ.
ഇത് ഗുജറാത്തിലെ ഗീർ കേസർ എന്നൊരു പേരുണ്ട്. ഗീർ വനാന്തരങ്ങളുടെ താഴ്ഭാഗങ്ങളിലുള്ള കേസറിനാണ് അതിന് ബഹുമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നല്ല മാങ്ങകളിൽ ഒന്നാണ് കേസർ. അത് ഗീർ കേസർ എന്നും പിന്നെ അതുപോലെ തന്നെ ജംബോ കേസർ, വലിയൊരു കേസറുണ്ട്. ഇത് ഗീർ കേസറാണിത്. ഗീർ കേസറിനാണ് കുറച്ചുകൂടെ പിന്നെ സ്വാദും ഇത് കൂടുതൽ. ചെറുതാണ്. ജംബോ കേസർ അല്പം വലുപ്പമുള്ളതാണ്. അതിൽ ടേസ്റ്റിൽ അല്പം വ്യത്യാസമുണ്ട്. ഏതായാലും ഇത് രണ്ടും ഒന്നിനൊന്ന് മെച്ചമുള്ള മാങ്ങയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ഗീർ കേസറാണ്. ഇതിൻ്റെ ഇവിടെ വന്നിട്ടുള്ള ഒരു ചെറിയ ഒരു മുന ഉണ്ടായിരിക്കും അടിഭാഗത്ത്, ഒരു ചെറിയൊരു കുനിപ്പ്. ഇത് ശരിക്കും അത് ഫീൽ ചെയ്യുന്നില്ല. ചില പിന്നെ കേസറിന് ഒരു കുനിപ്പുണ്ടായിരിക്കും. അതാണ് നമുക്ക് തിരിച്ചറിയാനായിട്ടുള്ള ഒരു മാർഗ്ഗം. ജംബോ കേസറിനാണ് നമുക്ക് ആ കുനിപ്പ് കൂടുതലായിട്ട് കാണാം. ഇത് പിന്നെ നല്ല സ്വാദിഷ്ടമുള്ളൊരു മാങ്ങയാണ് പിന്നെ കേസർ. ഇത് നമ്മുടെ എയർപോർട്ട് ഗാർഡനിൽ നമുക്കിവിടെ സെയിലിനായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് കുറ്റ്യാട്ടൂർ മാങ്ങ. നമ്മുടെ കുറ്റ്യാട്ടൂർ മാവിന് ഭൗമസൂചിക പദവി ലഭിച്ച ഒരു മാവാണ്. ഇതിൻ്റെ മാങ്ങയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. കുറ്റ്യാട്ടൂർ ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിന് പിന്നെ 2-3 പേരുകളുണ്ട്. നമ്പ്യാർ മാവ്, പിന്നെ കണ്ണപുരം മാവ്, കുഞ്ഞിമംഗലം മാവ് എന്നൊക്കെ പേരുണ്ട്. എന്നാലും ഇതിൻ്റെ യഥാർത്ഥ പേര്, ബഹുമസൂചിക പദവിയിലുള്ള പേര് കുറ്റ്യാട്ടൂർ മാംഗോ എന്നാണ്. കുറ്റ്യാട്ടൂർ പ്രദേശത്ത് നന്നായിട്ട് വിളവ് ലഭിക്കുന്ന ഒരു മാമ്പഴമാണ്. അതുകൊണ്ടാണ് ഇതിന് ആ ബഹുമസൂചിക പദവി ലഭിക്കാൻ, ആ പ്രദേശത്തിൻ്റെ പേര് ലഭിക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇത് നമ്പ്യാർ എന്ന് പറയുന്ന ഒരാളാണ് ആ പ്രദേശത്ത് ഇത് കൂടുതൽ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ഈ മാവിനെ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇത് നമ്പ്യാർ മാവ് എന്നുള്ള ഒരു പേരും ഇതിനകത്തുണ്ട്. ഏതായാലും നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വളരെ സൂട്ടബിളായ മാങ്ങയാണ്. നന്നായിട്ട് കായ പിടിക്കും. സീസണിൽ ആദ്യം വരുന്നതാണ്. ബ്രിക്സ് കുറച്ച് കുറവാണെങ്കിലും നമ്മൾ സീസണിൽ ആദ്യം വരുന്നതാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും. പിന്നെ അടിഭാഗത്ത് നിന്നാണ് പിന്നെ ഒരു കളറ് ഇങ്ങനെ മുകളിലേക്ക് പഴുത്തത് ഇങ്ങനെ മാറി വരുന്നത്. അടിയിൽ നിന്ന് യെല്ലോ കളർ വന്ന് പിന്നെ ഒരു യെല്ലോയും ചുവപ്പും കൂടെയുള്ള നല്ലൊരു കളറായിട്ട് ലാസ്റ്റ് ഇത് ഫുള്ള് കളറിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇതാണ് നമ്മുടെ തോത്താപുരി, ബാംഗ്ലൂര, കളക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ശേലം മാങ്ങ എന്നൊക്കെ പറയാം. ശേലം ഭാഗത്ത് കൂടുതലുണ്ടാകുന്നതുകൊണ്ട് ശേലം മാങ്ങ എന്നൊക്കെയുള്ള പേരുണ്ട്. ഏതായാലും നമുക്ക് പച്ചമാങ്ങ ആവശ്യങ്ങൾക്ക് ഉപ്പിലിട്ട് കഴിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ നമുക്കങ്ങനെ ഭരണിയിലൊക്കെ മാർക്കറ്റിലൊക്കെ ഉപ്പിലിട്ടിട്ട് കഴിക്കുന്ന ഒരു മാങ്ങയാണിത്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ അത്ര ഒരു മധുരമില്ലെങ്കിലും പച്ചമാങ്ങ ആവശ്യങ്ങൾക്ക് വളരെ നമ്മുടെ ബീ സൈഡിലൊക്കെ നമ്മൾ കാണുന്ന ഇട്ട് നീണ്ട മാങ്ങയാണ്. കാണാൻ നല്ല ഷേപ്പാണ്. ഇത് പിന്നെ തോത്താപുരി എന്നാണ് ഇതിനിവിടെയൊക്കെ പറയപ്പെടുന്നത്. നല്ല മാങ്ങയാണ് തോത്താപുരി. പിന്നെ നല്ല ഒരു ഷേപ്പാണിത്. നമ്മുടെ തായ്ലൻഡ് മാങ്ങകളെ കൊണ്ട് പറഞ്ഞ മാതിരി നമ്മുടെ ഇന്ത്യൻ മാങ്ങയിൽ നല്ല അറിയപ്പെടുന്നൊരു ഷേപ്പാണ്. ഇത് ഷേപ്പ് കൊണ്ട് ഇത് നമ്മൾ തായ്ലൻഡിൽ ചെന്നാൽ നമ്മൾ തോത്താപുരി അവിടെ കാണാം. അവർക്ക് തോത്താപുരി തായ്ലൻഡിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യൻ മാങ്ങ അവർ ഇന്ത്യൻ മാങ്ങ എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായിട്ടൊരു മാങ്ങയായിട്ട് അവർ കാണുന്നത് തോത്താപുരിനെയാണ്. എന്താ അവരുടെ ആ ഷേപ്പാണ് നോക്കുന്നത്, മറ്റു കാര്യങ്ങളല്ല. അപ്പം നല്ലൊരു ഇനം മാങ്ങയാണ് ഈ തോത്താപുരി. ഇതേപോലെ ഒട്ടനവധി ഇവിടെയൊക്കെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കായ പിടിച്ചിട്ടുണ്ട്. നല്ല മാങ്ങ അവിടെയൊക്കെ ഉണ്ട് മാങ്ങ. അവിടെയൊക്കെ ഇത് ഡ്രമ്മിലിരിക്കുന്ന മാങ്ങയാണ്. നന്നായിട്ട് കായ പിടിച്ചിട്ട് കണ്ടില്ലേ. ഇത് ഡ്രമ്മിലിരിക്കുന്ന മാവാണ്. കണ്ട ഇവിടെയൊക്കെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ കായ പിടിച്ചിട്ടുണ്ട്. തോത്താപുരി കാണാൻ നല്ല ഭംഗി. നമ്മുടെ പച്ചമാങ്ങ ആവശ്യങ്ങൾക്ക് വളരെ സൂപ്പറാണ്. മലബാർ ഏരിയയിൽ കാണപ്പെടുന്ന ഒളോർ. കാരണം പല ഒളോർ മാങ്ങകളുണ്ട്. നമുക്കറിയാം കോഴിക്കോടൻ ഒളോർ, പിന്നെ അതുപോലെ കണ്ണൂർ ഭാഗത്തൊരു ഒളോറുണ്ട്. പക്ഷേ ഈ ഒളോറാണ് യഥാർത്ഥത്തിൽ ലാത്തി മാങ്ങ ഒളോറിനൊക്കെ പണ്ട് വൈക്കോലിലൊക്കെ വെച്ച് പഴിപ്പിക്കുന്ന പണ്ട് മാർക്കറ്റിലൊക്കെ നമ്മളവിടെ നാടൻ മാങ്ങകളായിട്ട് നമുക്ക് കിട്ടുന്നത് കോമാങ്ങ, അതുപോലെ തന്നെ ഒളോർ. ആ ഒളോറാണിത്. ഇത് മൂത്ത് കഴിഞ്ഞാൽ വെച്ചിട്ട് വൈറ്റ് ചെറിയ ചെറിയ ഡോട്ട് കാണും. കുറച്ച് പരന്നിട്ടായിരിക്കും. നല്ല മാങ്ങയാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ആ നെസ്റ്റാൾജിയ, ഒരു ചെറുപ്പത്തിൽ ആ ഓർമ്മകൾ അഴവറുക്കുന്ന ഒരു മാങ്ങയാണ് ഈ ഒളോർ മാങ്ങ. നമ്മുടെ നാടൻ വെറൈറ്റി പെട്ടതാണ്. അതിൻ്റെ ഒരു മാങ്ങയാണ്. അതിനുശേഷം നമ്മളതിൻ്റെ ശരിയായ റിവ്യൂ കാണിക്കാം. തൊട്ടടുത്ത് നമ്മളെ മിയാസാക്കിയാണ് കേട്ടോ കാഴ്ചിക്കുന്നത്. മിയാസാക്കി മാവ് കാഴ്ചിക്കുന്നുണ്ട്. ഇതുപോലെ ഡ്രമ്മിലുള്ള അതും അതുപോലെ തന്നെ ഗ്രോ ബാഗിലുള്ളൊക്കെ മിയാസാക്കി ഒട്ടനവധി നമുക്കിവിടെ വിൽപ്പനക്കായിട്ട് എയർപോർട്ട് കാണാൻ റെഡി ആയിരിക്കുന്നു. ഇത് നമ്മൾ മുമ്പൊരു കേസർ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല കേസറിന് ഇവിടെ ഒരു മുന ഉണ്ടാവുന്നത്. അപ്പോൾ അത് മുന എല്ലാതും ഇല്ലാത്തതായിട്ടുള്ള കേസറൊക്കെ വരുന്നുണ്ട്. എല്ലാ കേസറിനും ഇങ്ങനെ മുന ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. നല്ല മാവാണ്. നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് കേസർ. നമുക്ക് ഈ തയ്യൊക്കെ നമുക്ക് കൊടുക്കാനുള്ള തന്നെയാണ്. ഇത് നമ്മൾ സെയിലിനായിട്ടുള്ളതാണ് ഇതൊക്കെ. ഇത് കണ്ടിട്ട് മാങ്ങ നല്ല നീണ്ട് നല്ല ഷേപ്പിൽ നല്ലൊരു മാങ്ങ, നല്ല നീട്ടത്തിൽ കണ്ടില്ലേ. നല്ല നീണ്ട മാങ്ങയാണ്. ഇത് നമുക്ക് ഐഡിയ അറിയില്ല ഇതിൻ്റെ.
ഈ മാങ്ങയുടെ ഐഡിയ അറിയില്ല. ഐഡിയ അറിയാത്ത ഒട്ടനവധി മാങ്ങകൾ സ്കിൻ ട്യൂണിൽ ഒരു പാറ്റേൺ വരുന്നുണ്ടോ? ആ, നല്ലൊരു പാറ്റേൺ ഉണ്ട്. സ്കിന്ന് നല്ലൊരു പ്രത്യേക ഇതൊരു കാണാത്ത ഒരു വെറൈറ്റി നമുക്ക് മാങ്ങ. നല്ല രസമുണ്ട് മാങ്ങ കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ള മാങ്ങയാണ്. ഇത് നമ്മുടെ എയർപോർട്ട് ഗാർഡനിൽ വലിയൊരു ഡ്രമ്മിൽ സെറ്റ് ചെയ്തൊരു മാവാണ്. ഇത് കുറേ പഴക്കമുള്ള മാവാണ്. ഏകദേശം 10-18 വർഷം കാണും. ഇത് കിങ് ഓഫ് ചക്കപ്പത്ത് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇത് ഏകദേശം 1.5 കിലോ വരെയൊക്കെ ഭാരം വരും. ഇതിപ്പോൾ ഇതിനകത്ത് 3-4 മാങ്ങകളാണ് ഇപ്പോൾ കായ്ച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നന്നായിട്ട് കായ്ച്ചിരുന്നു. ഇത് കാറ്റിന് കൊമ്പൊടിഞ്ഞതുകൊണ്ട് നമുക്ക് ഈ വർഷം മാങ്ങ വളരെ കുറവാണ്. മുകൾ ഭാഗത്തൊക്കെ മാങ്ങയുണ്ട്. ഏതായാലും അടിപൊളി മാങ്ങയാണ്. ഇത് കിങ് ഓഫ് ചക്കപ്പത്ത് എന്ന് പറഞ്ഞ മാങ്ങയാണ്. നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ നല്ല സൂപ്പർ മാങ്ങയാണ്. ഇത് കുറേ പേരുണ്ട്. ഞാൻ പറഞ്ഞില്ല, റെഡ് എംപയർ, തായ്വാൻ റെഡ്, BN7 ഇങ്ങനെ ഒട്ടനവധി പേരിൽ അറിയപ്പെടുന്ന ഒരു മാവാണിത്. കിങ് ഓഫ് ചക്കപ്പാത്ത്. ഇത് വന്ന് കോഴിക്കോടൻ ഓളോറാണ്. കാഴ്ച പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇവിടെ, മറ്റുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട്. വംശനാശം സംഭവിച്ചു വന്ന മാങ്ങയിൽ പെട്ടതാണ് ഈ ഒളോർ മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ. അതിൻ്റെ ഒട്ടനവധി പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് ചെറുതും വലുതും ഇവിടെ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രമ്മിൽ കായ്ച്ചിരിക്കുന്ന ഒരു R-T2 ആണ്. R-T2 നമുക്ക് അവിടെയും കായ്ച്ചിട്ടുണ്ട് വലിയത്. പിന്നെ നല്ലൊരു മാവാണ്, നല്ല മാങ്ങയാണ്. കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. ആസ്ട്രേലിയൻ്റെ മാങ്ങയാണ്. ഇത് R-T2 എന്ന് ഞാനാണ് പറഞ്ഞു കൊടുത്തത്. ഇത് ജംബോ റെഡ് എന്നാണ് നമ്മുടെ കേരളത്തിൽ മുഴുവൻ അറിയപ്പെട്ടിരുന്നത്. ഇത് കൊണ്ടുവന്ന ആളുകൾ ഇത് ജംബോ റെഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് വിറ്റിരുന്നത്. ഇപ്പോഴും ആളുകൾ ഇതിന് ജംബോ റെഡാണെന്നാണ് പറയുന്നത്. പല വിദേശ മാവുകൾക്കും അതിൻ്റെ ഒറിജിനൽ ID നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് R-T2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു, ഇന്നും പറയുന്ന R-T2 ആണ്. ആ R-T2 മാംഗോ ആണത്. ഇത് പിന്നെ ജംബോ റെഡ് അല്ല. പലരും ജംബോ റെഡ് എന്നുള്ളതിലേക്ക് R-T2 വാങ്ങി വെച്ചിട്ടുണ്ട്, ജംബോ റെഡും വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ കാഴ്ച വന്നപ്പോൾ R-T2 ആയി, എല്ലാ R-T2 ആയി. അങ്ങനെ പല കബളിപ്പിക്കലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത് R-T2 ആണ്, ജംബോ റെഡ് അല്ല. പിന്നെ ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. നല്ല വലിപ്പമാണ്, നമ്മുടെ മൽഗോവ മൈരാണ്. നല്ല വലിപ്പമുള്ളതാണ്. അത്യാവശ്യം ഒരു ചെറിയ പ്ലാന്റിൽ ഒരു ഗ്രോ ബാഗിൽ കാഴ്ചയാണ് കണ്ടില്ലേ. എന്തൊരു ഭംഗിയാണെന്നറിയോ. അതുപോലെ തന്നെയാണ് കഴിക്കാനുള്ള ടേസ്റ്റും. അപാര ടേസ്റ്റാണത്. ഇത് നിറയെ മാങ്ങ കായ്ച്ചിരിക്കുന്ന ഒരു ഇന്തോനേഷ്യൻ അൽഫോൺസയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല മാങ്ങയാണ് കേട്ടോ. ചെറുതിലെ നിറയെ കായ്ക്കും. അടിപൊളി. ഇതൊക്കെ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്താണല്ലേ? ഡ്രമ്മിൽ സെറ്റ് ചെയ്താണ്. ഇതേപോലെ ഒട്ടനവധി മാങ്ങയോടുകൂടെയുള്ള മാവുകൾ ഇവിടെ ഉണ്ട്. ഇതേതാ വരുന്നത്? ഇത് നമ്മൾ പറഞ്ഞത് നമ്മളെ പൂശ അരുണിമ. അരുണിമ നല്ല കളർ കണ്ടില്ലേ, നല്ലൊരു കളർ ഷെയ്ഡ് വരുന്നുണ്ടല്ലേ, നല്ല ഷെയ്ഡിലേക്ക് വരുന്നുണ്ടല്ലേ.